ABC ന്യൂസിൻ്റെ ഈ സൈറ്റ് തന്നെ ഹാക്ക് ചെയ്ത ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇതൊക്കെ പ്രേക്ഷകരെടുത്ത് നമ്മൾ വിശദീകരിച്ചതാണ്. എന്താണ് എങ്ങനെയായിരിക്കും ഹാക്ക് ചെയ്തത്, എന്തായിരിക്കും ആ ഹാക്കർമാരുടെ ഉദ്ദേശം, ഇതൊക്കെ വിശദീകരിക്കാനായിട്ട് നമ്മോടൊപ്പം ഇന്ന് ഉള്ളത് ഡോക്ടർ വിനോദ് ബി നായരാണ്. അദ്ദേഹത്തെ ABC ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ നമ്മളുമായി ചർച്ച ചെയ്യും. ഡോക്ടർ സ്വാഗതം. താങ്ക് യു. അദ്ദേഹം PVSലായിരുന്നു ഏതാണ്ട് 10-18 വർഷത്തോളം. അതിനുശേഷം ENT ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അതിനുശേഷം ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ അറിവും ബോധവും ഒക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിൽ നിന്ന് വിശദമായ വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടറെ കഴിഞ്ഞ ദിവസം കണ്ടാണല്ലോ ABC ന്യൂസിൻ്റെ ഒറ്റ വീഡിയോ പോലും കാണുന്നില്ല. അപ്രതീക്ഷിതമായി ചില നമ്മൾ ചെയ്യാത്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നു. എന്താണ് ഈ ഹാക്കിംഗ് സംഭവിച്ചത്? ഈ ഹാക്കിങ്ങിൻ്റെ ടെക്നിക്കൽ കൺസെപ്റ്റുകൾ എനിക്കറിയില്ല, ബിക്കോസ് അതൊരു വളരെ ടെക്നിക്കലായിട്ട് ചെയ്യുന്നൊരു പരിപാടി. പക്ഷേ എന്നാലും എന്താണ് ഈ ഹാക്കിംഗ് എന്ന് പറയുന്നത്? ഇതാണ്. ഒന്നുകിൽ ഇപ്പം നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ കണ്ടുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കാണാതാവും, അല്ലെങ്കിൽ ഒന്നും കാണത്തില്ല അവിടെ, അല്ലെങ്കിൽ അടുത്ത വേറെന്തെങ്കിലും അവരുദ്ദേശിക്കുന്ന ഈ ആരാണോ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അവരുദ്ദേശിക്കുന്ന കണ്ടൻ്റ് ആയിരിക്കും പിന്നെ അവിടെ വരിക. ഇപ്പോൾ ABCയുടെ കാര്യത്തിനകത്തും ആദ്യം അങ്ങനെ തിരിച്ച് കിട്ടിയിട്ട് അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞിരുന്നല്ലോ, അല്ലേ? നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത നിങ്ങളുടെ തന്നെ വീഡിയോ ഉപയോഗിച്ച് AI മോഡുലേറ്റ് ചെയ്ത വേറൊരു ചില സംസാരങ്ങളും കാര്യങ്ങളും വന്നു. അതായത് നമ്മൾ രണ്ടുപേരും സംസാരിച്ചിട്ടേ ഇല്ല, പക്ഷേ അത്തരം ഒരു വീഡിയോ പോലും അങ്ങനെ വരാം. അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ഒരു പ്രൊപ്പഗൻഡ, ആരാണോ ഹാക്ക് ചെയ്ത് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അതിൽ കൂടെ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് വലിയൊരു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കാണുന്ന അത്രയും പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവർ വിചാരിച്ചാൽ പെട്ടെന്ന് എത്താൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു ആശയം അവർക്ക് അത്രയും പേരിൽ എത്തിക്കണം. അതിനും അങ്ങനെ ആ കണ്ടൻറ്റ് ഇതുമായിട്ട് ഒരു ബന്ധമുണ്ട്, നിങ്ങളുമായിട്ട് ശരിക്കും വിരോധവും കാണത്തില്ല. പക്ഷേ അങ്ങനൊരു സാധനം അവർക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ കണ്ടൻറ്റ് വരാൻ വേണ്ടിയും ഹാക്ക് ചെയ്യാം. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പോയിട്ട് നിയന്ത്രണം അവരുടെ കയ്യിലാവും. അപ്പോൾ ഇതൊക്കെയാണ് ഹാക്കിംഗ് എന്നുള്ള വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മുടെ ABCയെ ഹാക്ക് ചെയ്യാനുള്ളൊരു കാരണം എന്തായിരിക്കാം? ഈ ഹാക്കിംഗ് എന്ന് പറഞ്ഞത് നമ്മൾ വെറുതെ കാണുന്നത് പോലെ, പ്രത്യേകിച്ച് ഒരു മീഡിയ ചാനലിൻ്റെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു വ്യക്തിപരമായിട്ട് ഇപ്പം നമ്മൾ ആളുകൾ പറയാറുണ്ട്, ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തു, കാശ് ആവശ്യപ്പെടുന്നു, എൻ്റെ യൂട്യൂബ് ഹാക്ക് ചെയ്തു, വ്യക്തിപരമായി എൻ്റെ യൂട്യൂബ് ഹാക്ക് ചെയ്യുന്നു, അവർ അതിനു വേണ്ടി റാൻസം. അതുപോലൊന്നും അല്ല. ഒരു മീഡിയ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു സാധനത്തിൻ്റെ ഒരു ഹാക്കിംഗ് എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ ടെക്നിക്കൽ നോഹോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് ഞാൻ ബേസിക്കലി ഒരു ഡോക്ടറാണ്, പക്ഷേ ഞാൻ കൂടുതലും അതിൻ്റെ മാനസിക സൈക്കോളജിക്കൽ വശങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ചില്ലറ പാടല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഡബിൾ ഒതൻറ്റിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ പരിപാടിയുണ്ട്. ഇപ്പം ഫേസ്ബുക്കിനായിക്കോട്ടെ, യൂട്യൂബിനായിക്കോട്ടെ, ഗൂഗിൾ അക്കൗണ്ടിനായിക്കോട്ടെ, ഡബിൾ ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു പാസ്വേഡ് കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ല. അതിൻ്റെ പുറകിൽ വേറൊരു OTP വരും, അല്ലെങ്കിൽ വേറൊരു മെഷീൻ, ഒരു ഒതൻറ്റിക്കേറ്റർ വരും. അങ്ങനെ പല വിധത്തിലും അല്ലെങ്കിൽ വേറൊരു നമ്മുടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഓണറായിട്ടുള്ളവർ അല്ലെങ്കിൽ 1-2 പേരുടെ ഇതിനകത്തോട്ടൊരു മെസ്സേജ് വരും. അങ്ങനെ മാത്രം ആ സാധനം അവർ ഒതൻറ്റിക്കേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ അവർ പറയണ സാക്ഷ്യപ്പെടുന്നത് ശരിയായിട്ട് ഈ മെഷീൻ കറക്റ്റ് ഓക്കെയാണ്, എൻ്റെ അറിവോടുകൂടിയാണ് അതിലോട്ട് വരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇന്ന് ഹാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ പൊളിക്കണമെന്നുണ്ടെങ്കിൽ വലിയ ഒരു ടെക്നിക്കൽ സ്കില്ല് വേണം. 1. 2, ഒരു ടെക്നിക്കൽ സ്കില്ല് മാത്രം പോരാ. ഇപ്പോൾ ടെക്നിക്കൽ സ്കില്ലുള്ള ഒരാൾ വേണം, അതിനുള്ളൊരു മോട്ടിവേഷൻ വേണം, അതിനൊരു വൈകാരികമായി അത് ചെയ്തിട്ട് അയാൾക്ക് എന്തെങ്കിലും നേടാൻ ഉണ്ടാകണം. ഇത് രണ്ടും കൂടെ ഒരാളിൽ ഒത്തു വന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു ക്രൈം, ഇതൊരു വളരെ വലിയ ക്രൈമാണ് ശരിക്കും പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ പോലീസ് പിടിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് അതിൻ്റെ പുറകെ പോകത്തില്ല. പക്ഷേ വെളിയിലല്ലോ ആയിരുന്നെങ്കിൽ, ഉദാഹരണത്തിന് ഈ വിക്കിലീക്സിനെ പറ്റിയൊക്കെ കേട്ടോ, വലിയ കുറ്റമായിട്ടാണ്. അതായത് നമ്മൾ എന്തിലോട്ടെങ്കിലും ഒരു സർവർ, ഇന്ത്യയിലും വലിയൊരു കുറ്റമാണത്. പക്ഷേ പലപ്പോഴും നമുക്ക് ഈ കുഴപ്പക്കാരനെ ട്രാക്ക് ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് മാത്രമേ ഇവർ രക്ഷപ്പെട്ടു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും ഞാൻ പറയുന്നത് വേണ്ടാന്ന് വയ്ക്കുന്നത് കൊണ്ടാണ്. ഉദാഹരണത്തിന് ചീഫ് മിനിസ്റ്ററുടെ സൈറ്റ് ഹാക്ക് ചെയ്തെന്ന് വെച്ചോ, പ്രധാനമന്ത്രിയുടെ സൈറ്റ് ഇതുപോലെ ഹാക്ക് ചെയ്തെന്ന് വെച്ചോ, നിങ്ങൾ അവരുടെ പുറകെ പോകില്ലെന്നാണ് നമ്മുടെ ഗവൺമെൻറ്റുകളോ സർക്കാരുകളോ നമ്മുടെ സംവിധാനങ്ങളോ അങ്ങനെ പുറകില്ല. അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ സൈറ്റ് ഹാക്ക് ചെയ്തെന്ന് വെച്ചോ, അപ്പോഴറിയാം അതിൻ്റെ വിവരം. അപ്പോൾ ഇതൊരു വലിയ വലിയ കുറ്റമാണ്. വ്യക്തിയുടെ ആയാലും സംഘടനയുടെ ആയാലും ഒരു സ്ഥാപനത്തിൻ്റെ ആയാലും രാജ്യത്തിൻ്റെ ആയാലും ഹാക്കിംഗ് എന്ന് പറയുന്നത് വലിയൊരു കുറ്റം തന്നെയാണ്. സൈബർ ക്രൈം അതിൽ വലിയ കുറ്റമാണ്. പ്രത്യേകിച്ച് ചിലർ അതിനകത്ത് ഇട്ടിട്ടൊരു പോൺ സൈറ്റ് അതിനകത്ത് കൊണ്ട് പ്രദർശിപ്പിക്കും. ഇതൊക്കെ വലിയ വലിയ പ്രശ്നമുണ്ടാക്കുന്ന സാധനങ്ങളാണ്, ലക്ഷക്കണക്കിന് ആളുകൾ. അപ്പോഴും ഇത് രണ്ടും കൂടെ ഒത്തു വരണം.
അല്ലെങ്കിൽ എനിക്ക് ടെക്നിക്കലായിട്ട് ആ കഴിവുണ്ട്, എന്നെ ആരെങ്കിലും സ്വാധീനിക്കണം. സാധാരണയിൽ എനിക്കൊരു ക്രൈം ചെയ്യാൻ മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ. ഒന്നുകിൽ എനിക്ക് അതിനകത്തൊരു മോട്ടിവേഷൻ വേണം, അല്ലെങ്കിൽ എനിക്ക് കാശ് തരണം, അല്ലെങ്കിൽ എനിക്ക് എന്നെ വേറെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യാം. എന്നെ ഭീഷണിപ്പെടുത്തിയും ഞാൻ ഹാക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ഹാക്ക് ചെയ്യാൻ നിർബന്ധനാവും. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒത്തു വരണമെന്നാണ്. ഒരു മോട്ടിവേഷൻ ഒത്തു വരണം, അതിൻ്റെ ടെക്നിക്കൽ സ്കില്ല് ഒത്തു വരണം. യൂഷ്വലി ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് പ്രശസ്തി, അതിനു വേണ്ടിയാണ്. ഞാൻ നമ്മുടെ അതിൻ്റെ കാര്യമല്ല പറഞ്ഞത്, പ്രശസ്തി. ഞാനൊരു ഹാക്കറാണെന്നുള്ള ഒരു വലിയ പ്രശസ്തി, അത് ആ സർക്കിൾസ്, ഇപ്പം നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ പോലും ഈ ഹാക്കർമാരുടെ സർക്കിൾസിനിടയിൽ വലിയ ഒരു സാധനത്തിനെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് വലിയ ക്രെഡിറ്റ് ആണ്. ഈ മോഷ്ടാക്കളൊക്കെ പറയുന്നത് ഞാൻ ബാങ്ക് അതാണ് അവൻ്റെ അൾട്ടിമേറ്റ് സാധനമാണ് ബാങ്ക് വെള്ളമടിച്ചതാണ്. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിന് വേണ്ടി ചെയ്യും. രണ്ടാമത്തെന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഒരു ആശയം, നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ആശയം പ്രചരിപ്പിക്കണം. ആ ആശയം പ്രചരിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി അതായതുകൊണ്ട് ഞാനത് ഹാക്ക് ചെയ്യും. ഒരു പക്ഷേ നമ്മുടെ ഇപ്പോൾ ഈ ABC ചാനലിനൊക്കെ പറ്റിയിരിക്കുക അതാവണമെന്നില്ല. ബിക്കോസ് ABC നിങ്ങളുടെ ചാനലിന് ഹാക്ക് ചെയ്യുന്നതിനേക്കാളും പബ്ലിസിറ്റി കിട്ടുക വേറെ ചില സാധനങ്ങൾ ഹാക്ക് ചെയ്താലാണ്. ഓൾമോസ്റ്റ് ഈ ബുദ്ധിമുട്ടൊക്കെ ഏകദേശം ഒന്നൊക്കെ തന്നെയായിരിക്കും. ഓൺലി തിങ് ഈസ് ചിലപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു വലിയ സൈബർ ടീം ഉണ്ടാകും, നിങ്ങൾക്കത് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? അപ്പം അങ്ങനെ താരതമ്യേന എളുപ്പമാണെന്നല്ല. പക്ഷേ ഇവിടെ പ്രശസ്തിക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ വലിയ സംഭവങ്ങളിലോട്ട് വേണമെങ്കിൽ പോവാം. അപ്പം ഇവിടെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു സാധാരണഗതിയിൽ സാധനം നിങ്ങളുടെ ആശയങ്ങളുമായിട്ട്, അത് രാഷ്ട്രീയപരമായിക്കോട്ടെ, മതപരമായിക്കോട്ടെ, അല്ലാതെ ദേശീയതയിലൂന്നിയതാകാം, ഇതിലേതെങ്കിലും ഒരു കാരണം കൊണ്ട് ആർക്കൊക്കെയോ ഇത് അത്ര സൂഹിക്കാതെ പോയി. അപ്പോൾ അവർ ഒന്നുകിൽ അവരുടെ ഇടയിൽ തന്നെ ഇതിനുള്ള കഴിവുള്ളവരുണ്ടാകാം. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരു വലിയ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്ന വലിയ ഗ്രൂപ്പുകളൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റെ ഇടയിൽ ഇന്നത്തെ കാലത്ത് എന്തായാലും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവന് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നല്ല കൃത്യമായ ധാരണയുള്ള, എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, എൻജിനീയറിംഗ് സ്കില്ലുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അറിയാവുന്ന ആരൊക്കെയോ അവരുടെ കൂടെ ഉണ്ടാകണം. നിങ്ങളുമായിട്ട് ആശയങ്ങളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഗ്രൂപ്പ്, അവർ നേരിട്ട് ചെയ്താകാം, അല്ലെങ്കിൽ അവരാരെയെങ്കിലും ഭീഷണിപ്പെടുത്തിയോ കാശ് കൊടുത്തോ ഇങ്ങനെ ചെയ്യിച്ചതാണ്. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ പേജ് അപ്രത്യക്ഷമാകുന്നു, പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ന്യൂസ് അങ്ങനെ എന്തോ സാധനങ്ങളൊക്കെ വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈബർ ടീം പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ അവർ ടെക്നിക്കൽ ടീമൊക്കെ നോക്കിയിട്ട് ഇത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ പേരും ലോഗോയും ഒക്കെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒന്നുകിൽ വീഡിയോ കിട്ടുമ്പോൾ അത് കിട്ടില്ല, അങ്ങനെ പ്രശ്നം ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ തിരിച്ചു പിടിക്കുന്നു. പക്ഷേ അപ്പോൾ 2 ആഴ്ച മുമ്പ് മുതലുള്ള പഴയ വീഡിയോസ് മുഴുവൻ അപ്രത്യക്ഷമാകുന്നു, വീണ്ടും ഇത് മുഴുവൻ നഷ്ടപ്പെടുന്നു. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ പ്ലാനിങ് തീർച്ചയായിട്ടും. കാര്യം പറഞ്ഞാൽ അതായത് ആദ്യത്തത് പോട്ടെ, കുറച്ച് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തെന്ന് പറയാം. പെട്ടെന്ന് പാസ്വേഡൊക്കെ റെഡിയാക്കി കിട്ടി, കുറച്ച് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തത്. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേറെ ചില സാധനങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ? പ്രത്യേകിച്ച് അത് നിങ്ങളെ ഡിഫൈം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതങ്ങനെ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നതോ 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാവുന്നതല്ല ഒരിക്കലും. അപ്പോൾ അത് നേരത്തെ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ച് ഇത് കളഞ്ഞതിന് ശേഷം ഇത് അവിടെ കയറ്റി ഇടുക എന്നുള്ള വ്യക്തമായ, നേരത്തെ പറഞ്ഞല്ലോ, അതൊരു ചെറിയ കളിയല്ല, അതൊരു ആരെങ്കിലും കാഷ്വലായിട്ട് ചെയ്തതുമല്ല. അതായത് എനിക്കിപ്പോൾ ചുമ്മാ എൻ്റെ അടുത്തൊരു സംഭവം എന്താ, ഇവൻ്റെത് പൊട്ടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറയുന്ന ഹാക്കേഴ്സ് ഉണ്ടല്ലോ. ഹാക്കേഴ്സ് ഉണ്ട്, അവന് ഒരു രാത്രി ഒരു ദിവസം ചിലപ്പോൾ 2 എണ്ണം അടിച്ചിട്ടിരുന്നിട്ടായിരിക്കും തോന്നിയ, അവൻ്റെ ഒരു സ്കില്ല് ആയിരിക്കും തോന്നുക, അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെയുള്ളവൻ എന്താ ചെയ്യുക, ഇത് ചെയ്തൊരു 5-6 വീഡിയോ കളഞ്ഞിട്ട് അതങ്ങ് വിടും. അവൻ്റെ പരിപാടി കഴിഞ്ഞ് അവന് സക്സസ് ആയി. ഇതിപ്പോൾ അങ്ങനെയല്ല. അവരതിന് പകരം ചില വേറെ സാധനങ്ങൾ നിങ്ങൾക്ക് മോശമാകുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ സാധ്യതയുള്ള ചില സാധനങ്ങൾ അവൻ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നു. ഇതിനകത്ത് ഉൾപ്പെട്ടത് ഒരു പ്രമുഖരായ രാഷ്ട്രീയ നേതാവ്, ഒരു മുൻ പ്രധാനമന്ത്രി, ഇവരൊക്കെ മരിച്ചു എന്നുള്ള രീതിയിൽ. എക്സാക്ട്ലി, അതാണ് മുൻ പ്രധാനമന്ത്രി. അപ്പോൾ അത് പോലീസ് നിങ്ങളെ തപ്പി വരും. അപ്പോൾ അവനറിയാം അത് പ്രശ്നമാകും. മറ്റത് മുൻ മുഖ്യമന്ത്രി, അപ്പോൾ ഒന്ന് പ്രധാനമന്ത്രി, മറ്റത് മുൻ മുഖ്യമന്ത്രി. അപ്പോൾ അപ്പം അതൊരു ചെറിയ പരിപാടിയല്ല എന്നുള്ളത് നോക്കണം. 2 പ്രോബ്ലി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിങ്ങൾക്ക് ഇത് തിരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ കാശ് കൊടുക്കണമെന്നും ആരും പറഞ്ഞിട്ടില്ല. അതായത് അവർക്ക് കാശുമല്ല ഉദ്ദേശം. സാധാരണഗതിയിൽ ഇതിനകത്തൊക്കെ ചെയ്യുന്ന വലിയ ഇപ്പോൾ ഹോസ്പിറ്റലുകളുടെയൊക്കെ ഡേറ്റ
ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഞാൻ ഡേറ്റ തിരിച്ച് റിസ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം തന്നെ നിന്നു. അപ്പോൾ ഒരു ബ്ലാക്ക് മെയിലിംഗ്. അപ്പോൾ ഒരു ബ്ലാക്ക് മെയിലിങ്ങിനൊരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഹോസ്പിറ്റൽ ഡേറ്റയാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം. അവരെ സംബന്ധിച്ചുള്ള അവരുടെ റെപ്യൂട്ടേഷൻ കംപ്ലീറ്റ് പോകുന്ന പ്രശ്നമാണ്. ആ ഹോസ്പിറ്റലിൽ പിന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡേറ്റ അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ വലിയ ഇത് ഇഷ്ടംപോലെ ഹോസ്പിറ്റൽ ഒരു മേജർ അറ്റാക്ക് പോയിൻ്റാണ്. അപ്പോൾ അത് റാൻസമാണ്. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ അവരുടെ ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അവരുടെ കംപ്ലീറ്റ് പേഷ്യൻ്റ് ഡേറ്റ ഈ പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ ഡേറ്റ റിട്രീവ് ചെയ്യുന്ന പരിപാടി, പിന്നെ CT സ്കാനും എല്ലാം ഇവരുടെ ലാബ് എല്ലാം കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആശുപത്രി തന്നെ കംപ്ലീറ്റ് സ്റ്റാൻഡ്സ്റ്റില്ലാവും. അതിൻ്റെ അപ്പുറത്തെ ലെവലിലോട്ട് ICUകളിലെ പേഷ്യൻറ്റിൻ്റെ ഓൺലൈനായിട്ടൊന്ന് റിമോട്ടായിട്ടൊക്കെ മാനേജ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. പേഷ്യൻ്റ് ക്ലൗഡ് മാനേജ്മെൻ്റ് എന്നാണ്, ക്ലൗഡ് ഫിസിഷ്യൻ എന്ന് പറഞ്ഞ പോലെയൊക്കെയുള്ള വലിയ സംഭവങ്ങൾ ഇന്ന് ഇവൻ കൊച്ചിയിൽ തന്നെയുണ്ട്. ആ ലെവലിൽ കൊച്ചിയിലെ തന്നെ ആശുപത്രികൾ വളർന്നിട്ടുണ്ട്. ഇവരുടെ ഈ സാധനം ഹാക്ക് ചെയ്തെന്ന് വെച്ചോ, പേഷ്യൻ്റെ കാര്യം തന്നെ വളരെ വളത്തിലായി പോകും. അപ്പോൾ ഇതൊക്കെ അപ്പോൾ അത് റാൻസം, അത് ഇമ്മീഡിയറ്റ്ലി അവരെ അറിയാം, കാശ് വയ്ക്കും, ഇത്ര കാശ് തന്നില്ലെങ്കിൽ ഇത് ബ്ലോക്ക് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്യില്ലെന്ന് പറയും. അപ്പം അതുമല്ല. അപ്പോൾ ഇതിനകത്ത് വ്യക്തമായ ഒരു മോസ്റ്റ് ലൈക്ലി നിങ്ങളുടെ ആശയധാര, നിങ്ങളുടെ സങ്കല്പങ്ങളോട്, നിങ്ങളുടെ അല്ലെങ്കിൽ പറയുന്ന ദേശീയതയോട് വിരുദ്ധതയുള്ള ആരോ ഇതിനകത്ത് നമുക്ക് ആരെന്ന് കണ്ടുപിടിക്കാൻ ഒരുപക്ഷെ നമുക്ക് പറ്റിയെന്ന് വരില്ല. ഇത് പ്രൈവറ്റായിട്ട് ചെയ്യുന്നവരുണ്ട്, വലിയ എക്സ്പെൻസ് കാശ് മേടിച്ച് ഇതിനെ ട്രാക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ആളുകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാലാൻ പോലും പറ്റാത്ത വിധത്തിൽ, അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ, ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ ആണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും അവരത് നാച്ചുറലി ചെയ്യും. അപ്പോൾ അങ്ങനെ ആയിരിക്കണം. അപ്പോൾ നമുക്കത് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഇതിന് പോലീസിനെ സമീപിക്കണം. അഥവാ നിങ്ങൾ സമീപിച്ചിട്ടില്ലെങ്കിൽ പോലീസിനെ സമീപിക്കണം. പോലീസിന് താഴത്തെ നിലയിൽ പറ്റിയില്ലെങ്കിൽ കേന്ദ്രത്തിലുള്ള പോലീസിനെ, ബിക്കോസ് സൈബർ ക്രൈം എന്ന് പറയുന്ന ഒരു മേജർ സംഭവമാണ്. ഈവൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലം അത് മോദി സർക്കാരിനും ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിനും ഇതിനകത്ത് വ്യക്തമായ താല്പര്യമുള്ളൊരു സംഭവമാണ്. ഇവിടെ കാര്യങ്ങൾ നടന്നില്ല എന്ന് വരികയാണെങ്കിൽ, കുഴപ്പമൊന്നുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരാതിപ്പെടണം. എന്നൊക്കെ ഇത് നാളെ എങ്ങനെ അറ്റംപ്റ്റ് നടത്താമല്ലോ. ഇതിനിരുന്നിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ പിന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ അടുത്തൊരു അറ്റംപ്റ്റ് നടത്താം. അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യണം. അതേസമയം നിങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയും ചെയ്യണം. അതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 2 ആഴ്ച മുമ്പുള്ള വീഡിയോ വരെ കളയുന്നു, അതിന് മുമ്പുള്ളത് തിരിച്ചു തരുന്നു, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മൊത്തം പോകുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ പ്ലാൻഡ്. അതിപ്പോൾ ഈ 2 ആഴ്ച എന്ന് പറയുന്നത് ഒരു സ്ഥലത്തും ഡിലീറ്റ് ചെയ്ത് തുടങ്ങുള്ളൂ. ഏറ്റവും പുറകെ കിടക്കുന്നതാണ് ഡിലീറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. പ്രോബ്ലി അതായിരിക്കും 2 ആഴ്ച. നിങ്ങൾ കുറച്ചും കൂടെ സമയം കൊടുത്തിരുന്നെങ്കിൽ, നിങ്ങൾ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യാതിരുന്നെങ്കിൽ ഒരു 6 മാസത്തെ പോയേനെ, അല്ലെങ്കിൽ ഒരു വർഷത്തെ പോയേനെ, ചിലപ്പോൾ കംപ്ലീറ്റ് പോയേനെ. അത് എനിക്ക് തോന്നുന്നു അത് അത്ര എളുപ്പമല്ല. ഈ ഡിലീറ്റ് ചെയ്യുന്നതിനൊക്കെ സമയമെടുക്കും. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നല്ല, അങ്ങനെ മൊത്തത്തിൽ പിടിച്ചത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്ത് വരുമ്പോൾ സമയമെടുക്കും. ഇപ്പം നിങ്ങൾ അത്രയും സമയം കൊടുത്തില്ലല്ലോ. പ്രോബ്ലി വിദേശത്തു നിന്നൊക്കെ ധാരാളം പേര് വിളിച്ചു പറഞ്ഞു, അങ്ങനെ നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ എടുത്തത് കൊണ്ട് ചിലപ്പം പ്രശ്നം വരാത്തതായിരിക്കും. പക്ഷെ കാത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതെല്ലാം പോയേനെ. അവർ അടുത്ത സമയത്ത് അതിൻ്റെ പിന്നെ പണികൾ അതിൻ്റെ പുറത്ത് ചെയ്യും. അപ്പം പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ചിലപ്പോൾ റിട്രീവ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുമൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ടത് ശ്രദ്ധിക്കുക. പിന്നെ ഞാനൊരു കാര്യം പറയും, ഇത് നമ്മൾ കാണുന്നത് പോലുള്ള ഒരു ചെറിയ സംഭവമല്ല. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ട് ചാനലുകളുടെയൊക്കെ ഓഫീസുകൾ ആക്രമിച്ചു എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലേ? ഫിസിക്കലി ക്യാമറമാനെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ റിപ്പോർട്ടറെ അടിച്ചു, ഇങ്ങനെയൊക്കെ പറയും. അത് ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ മാധ്യമ സ്ഥാപനത്തിലെ ഒരു അസോൾട്ട് തന്നെയാണ്. ഫിസിക്കലി ആക്രമണം ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ധൈര്യമില്ലാത്തവരാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിരിക്കുമ്പോൾ അജ്ഞാതനായിട്ടിരിക്കുമ്പോൾ അവരെ പിടിക്കാനുള്ള സാധ്യത കുറവാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഒരു ബാങ്കിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോലീസ് അവൻ്റെ വീട്ടിൽ ചെല്ലും. ഇന്നല്ലെങ്കിൽ നാളെ പോവും. ഇനി അത് പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ആണെങ്കിൽ വേറെയും പലരും പ്രത്യക്ഷപ്പെട്ടെന്നിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പല സംഭവങ്ങളും നമുക്ക് തന്നെ അറിയാം. അജ്ഞാതരും പലരും ഒക്കെ വരും. എന്ന് വെച്ചാൽ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇത് വെച്ചുകൊണ്ടിരിക്കില്ല. അപ്പം ഒരു പക്ഷേ അവരൊരു ഈസി ടാർഗറ്റായിട്ടാണ് ABC മലയാളത്തിനെ കണ്ടതുകൊണ്ടാണ്, പിടിക്കത്തില്ല എന്നൊക്കെ ഏകദേശം ഉറപ്പുള്ളത് കൊണ്ടാണ്. പിന്നെ മാത്രമല്ല, നിങ്ങൾ എല്ലാവർക്കും എതിരെ പലപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പം എന്നാൽ വേണ്ടിയിട്ട് ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് പോലീസും വിചാരിക്കുമെന്ന ഒരു പ്രതീക്ഷയിലൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അവരത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഒരുപാട് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാപ്ടോപ്പ്, ഈ പറയുന്ന മൊബൈൽ ഫോൺ വഴിയുള്ള സംവിധാനങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ഇലക്ട്രോണിക് സെഗ്മെൻറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ഹാക്കർമാർക്ക് നുഴഞ്ഞു കയറാൻ എളുപ്പമാണോ? എനിക്കിതിനെപ്പറ്റിയുള്ള ലിമിറ്റഡ് അറിവുള്ളൂ. പക്ഷേ എന്നാലും ഒരു ബേസിക് വിവരമുണ്ട്. ബിക്കോസ് ഇതെനിക്കും സംഭവിക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസൊക്കെ ചെയ്യുന്നപ്പോൾ ഞാൻ ധാരാളം ക്യാഷിൻ്റെ ട്രാൻസാക്ഷനൊക്കെ ഓൺലൈനിൽ ചെയ്യാറുണ്ട്. നമ്മൾ ഇതിനുപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ
കഴിയുന്നത്ര ഏറ്റവും നല്ല സെക്യൂരിറ്റി ഉള്ളത് ഉപയോഗിക്കുക. ഇത് ഞാൻ ബേസിക്കലി ഇപ്പോൾ ഇവിടെ വരുന്നതിന് എനിക്ക് ഇതുമായിട്ട് ഡിജിറ്റൽ മീഡിയ ആയിട്ടൊക്കെ മാത്രമല്ല, ഞാൻ പണ്ട് വെബിനാറുകൾ നടത്തി ഇപ്പോൾ ഡിജിറ്റൽ സെക്യൂരിറ്റിയെ പറ്റിയൊക്കെ അതിൻ്റെ വലിയ എക്സ്പേർട്സ് ഞാനുമായിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ട് കോവിഡിൻ്റെ സമയത്തൊക്കെ. അന്നൊക്കെ അവർ പറഞ്ഞത് നിങ്ങളുടെ ഈ ഇതിനുപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോൺ സാധനങ്ങളൊന്നും വേറെ ഒന്നിനും ഉപയോഗിക്കരുത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. ഇന്നത്തെ കാലത്തൊരു ഇപ്പം ഞാനാണ് എൻ്റെ ലാപ്ടോപ്പ് ആയാലും ശരി, എൻ്റേത് എല്ലാം ആപ്പിളാണ്. പ്രോബ്ലി കുറച്ചും കൂടെ സെക്യൂരിറ്റി കൂടിയതാണ്. മാത്രമല്ല അതിൻ്റെ അടുത്ത ലെവലിൽ ഞാൻ അത് വേറെ ആരും കൈകാര്യം ചെയ്യുന്നില്ല, ഞാൻ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ ഭാര്യയെ പിള്ളേരെ പോലും കൈകാര്യം ഞാൻ സമ്മതിക്കത്തില്ല. അതായത് ഈ ബാങ്ക് ട്രാൻസാക്ഷൻ പറ്റും, അതൊക്കെ ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റാനുള്ള ചാൻസ്, അബദ്ധം മനുഷ്യന് പറ്റും. എന്നെ തന്നെ ഈ ഓൺലൈൻ തട്ടിപ്പുകളിൽ പല പ്രാവശ്യം ശ്രമിക്കുകയും ഞാൻ 1-2 പ്രാവശ്യം അതിൻ്റെ വക്ക് വരെ എത്തിയിട്ടുമുണ്ട്. ഈ ഇപ്പോഴത്തെ ഈ ഡോക്ടർമാരെ പറഞ്ഞില്ലേ, എന്നെ അത് നേവിയിൽ നിന്നാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇതുപോലെ അത് ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് അതിനെപ്പറ്റി ചെറിയ ധാരണയുള്ളതുകൊണ്ട് പിടിച്ചു. അപ്പം ഞാൻ പറയുന്നത് പ്രോബ്ലി നിങ്ങളുടെ സെക്യൂരിറ്റി സംവിധാനങ്ങളെ മൊത്തം റിവ്യൂ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല കൺസൾട്ടൻറ്റിനെ വയ്ക്കണം. സൈബർ സെക്യൂരിറ്റി കൺസൾട്ടൻറ്റുകൾ നമുക്ക് കൊച്ചിയിൽ തന്നെ അവൈലബിൾ ആണ്. കുറച്ച് കാശ് ചിലവായാലും നിങ്ങളുടെ അതിൻ്റെ ഓണറുമായിട്ട് പറഞ്ഞ് നിങ്ങളുടെ സെക്യൂരിറ്റി സംസ്ഥാനം ബീഫപ്പ് ചെയ്യാന്ന് പറയും, അത് സംവിധാനം അത് ചെയ്യണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഇന്ന് സാധാരണക്കാർ ചെയ്യുന്നതിനേക്കാളും പ്രസക്തമാണ്. ഇപ്പം നിങ്ങളുടെ 10-25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് വെച്ചോ, വ്യൂവേഴ്സ് ഉണ്ട്, ആ 25 ലക്ഷം പോവുക എന്ന് പറയുന്നവർ പോയിരുന്നെങ്കിലുള്ള സ്ഥിതി എന്ന് ആലോചിച്ചോ. ഇത് കണ്ടാതെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ അതായിരിക്കണം. അപ്പോൾ അത് വലിയൊരു അപകടം പിടിച്ച സാധനമാണ്. 2, ഈ നേരെ വ്യക്തമായ ഇതിനെപ്പറ്റി ഇതുമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന, അതായത് ഈ നെറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്നവർക്ക് കൃത്യമായി സൈബർ സെക്യൂരിറ്റി ടീമിനെ വിളിച്ച് ക്ലാസ് കൊടുക്കണം. അവരുടെ എക്യുപ്മെൻറ്റുകളൊക്കെ വളരെ കൃത്യമായി പരിശോധിച്ച് അതിനെ വേറൊന്നിനും ഉപയോഗിക്കരുതെന്ന് ഉറപ്പുവരുത്തണം. എന്തൊക്കെ ചെയ്തിട്ടാണ് നിങ്ങളുടെ സാധനത്തിന് ഇത് ചെയ്ത് ഒരാളല്ലോ ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്ന ഇപ്പം നിങ്ങളുടെ അതിനകത്ത് എത്രയോ ഒരാളിരുന്ന് അപ്ലോഡ് ചെയ്യാനൊന്നും പ്രായോഗികമല്ല, പലരായിരിക്കും ചെയ്യുക. അവർ ആ ഫോൺ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു നമുക്കറിയാൻ പറ്റില്ല. അവർക്ക് ചിലപ്പോൾ ഒരു മെസ്സേജ് വന്നിരിക്കും, ആരെങ്കിലും അതിനകത്ത് പോയി ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം അതിനകത്തോട്ട് കയറി വരാൻ ഈ സാധനമൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ ഒരുപാടുമില്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് 2 അഭിപ്രായത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളെ അഭിനന്ദിക്കാൻ ആദ്യം വേണ്ട കാര്യം, നിങ്ങൾ ചെയ്ത ഈ ആക്ച്വലി ഹാക്കിംഗ് നടന്നതുകൊണ്ട് ABC ചാനലിന് ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ അഭിനന്ദിക്കത്തേ ഉള്ളൂ. കാര്യം നിങ്ങൾ ചെയ്ത പണി ഏറ്റു എന്നാണ് അതിൻ്റെ ആദ്യത്തെ സൂചന. ഇപ്പോൾ ഇവിടുത്തെ കൊള്ളടുത്ത് കൊണ്ടു. മാധ്യമങ്ങളെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ വരുമ്പോൾ ധാരാളം കാശ് എവിടേക്കോ പോകുന്നു എന്നാണ് പറയുന്നത്. ഒരു ചാനലിൽ ലൈവ് നടത്തുന്ന ഒരാൾക്ക്, ഒരു ആങ്കറിന് ഞാൻ പ്രോബ്ലി മലയാളം ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യത്തെ ലൈവ് ടോക്ക് ഷോ, കറണ്ട് ടോക്ക് ഷോ ആങ്കർ ചെയ്ത വ്യക്തി ഞാനാണ്. പണ്ട് ജീവൻ ചാനലിൽ 10-18 വർഷങ്ങൾക്ക് മുമ്പ് 32 എപ്പിസോഡ് 0 ഓവർ എന്ന പേരിൽ ചെയ്തു. അതിനകത്ത് 3-4 പാനലിസ്റ്റ് ഉണ്ടായിരുന്നു, 10-30 ഓഡിയൻസ് ഉണ്ടായിരുന്നു, ലൈവ് ഫോണിൻ ഉണ്ടായിരുന്നു. 1 മണിക്കൂർ ലൈവ് ചെയ്തിരുന്ന പരിപാടിയാണ്. അപ്പോൾ എനിക്ക് ചോദ്യം ചോദിക്കാം, ചോദിക്കാതെ ഇരിക്കാം. എന്ത് ചോദ്യം എങ്ങനെ ചോദിക്കണമെന്ന് അറിയാം, എപ്പോൾ ആളിനെ കട്ട് ചെയ്യണമെന്ന് എനിക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. എല്ലാം ലൈവാണ്, ഒരു പരിപാടിയില്ല. ഡെഫേർഡ് ലൈവ് എന്നൊരു കോൺസെപ്റ്റ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേണമെന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്യുമെന്നൊന്നല്ല ഞാൻ പറയണത്, വേണമെങ്കിൽ ആളുകൾക്ക് ഇതൊക്കെ കളിക്കാൻ പറ്റും. നിങ്ങളെയും ഒരു പക്ഷേ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഈൽഡ് ചെയ്ത് കാണണമെന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നല്ല ലക്ഷണം പ്രേക്ഷകനെ സംബന്ധിച്ചോളം നിങ്ങളുടെ ചാനലിനെ ഹാക്ക് ചെയ്തു എന്ന് പറയുന്നതിനകത്ത് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാര്യം വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ആദ്യത്തെ നിങ്ങൾക്ക് അഭിനന്ദനങ്ങളാണ്. ഇനി അപ്പോൾ അത് അവരുടെ കാര്യം നടന്നില്ല എന്ന് വരുമ്പോഴത്തേക്ക് ഇനി അവർ ചിലപ്പോൾ ഒന്നും കൂടെ ശ്രമിച്ചെന്ന് വരും. അപ്പം നിങ്ങളുടെ സെക്യൂരിറ്റി ബീഫപ്പ് ചെയ്യുക, എല്ലാവരുടെയും ഫോണുകൾ ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ പരിശോധിക്കുക, ഒരു ശരിക്കും സൈബർ കൺസൾട്ടൻറ്റിനെ വയ്ക്കുക. പിന്നെ ഒരു പക്ഷേ ചെയ്യേണ്ടത് എന്തുകൊണ്ട് അവരത് ചെയ്തു എന്നുള്ളതിനെപ്പറ്റി ഒരു ഇൻട്രോസ്പെക്ഷൻ ഞാൻ ഇന്ന് രാവിലെ സുനിൽ പറയുന്നത് കേട്ടു. അതായത് നമ്മൾ ഇപ്പോഴും അത് ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ തമ്മിലുള്ള ഇൻ്റർവ്യൂവിൽ പ്രക്ഷേപണം ചെയ്ത സാധനത്തിനകത്ത് ഞാൻ കണ്ടിരുന്നു. അതാണ്, അതായത് നമ്മളൊന്ന് പരിശോധിക്കുന്നു, നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും ആവശ്യമില്ലാതെ ദ്രോഹിച്ചിട്ടുണ്ടോ, ആരോടെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടോ, സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്താനുള്ള ഒരു അവസരം കൂടാണ്. അല്ല, മാധ്യമം എന്ന നിലയിൽ നമ്മൾ പല സത്യങ്ങളും തുറന്നു പറയുമ്പോൾ ഒരു വശത്തിന് അത് കൊള്ളും, കൊള്ളുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ശരിയാണോ എന്നുള്ള നമുക്കൊരു ഇൻട്രോസ്പെക്ഷനുള്ള ഒരു അവസരം കൂടെയാണ്. അതിനകത്ത് നമ്മൾ ചെയ്തത് ശരിയാണെന്ന് ഉറച്ചു വെച്ച് മുന്നോട്ട് പോവുകയാണ്, അത് കറക്റ്റാണ്. അതെ, നമ്മുടെ വ്യൂവേഴ്സ് തരുന്ന ഒരു ഫീഡ്ബാക്ക് വെച്ച് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പോകുന്നത് സ്ട്രൈറ്റ് ആയിട്ടുള്ള വഴി. അപ്പോൾ അത് ഒരു സ്വയം ഒന്ന് പരിശോധിക്കാനും അതേസമയം എല്ലാ സെക്യൂരിറ്റിയും ബീഫപ്പ് ചെയ്യാനും. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഇതിപ്പോൾ വേറൊരു ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതൊരു വൃത്തികെട്ട പരിപാടിയാണ്. അതായത് കൂടെ നിൽക്കുന്ന
ആ ഒരുത്തൻ്റെ കൂടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവനുണ്ടായതിനെ പറ്റി ഒരു മോറൽ സപ്പോർട്ടെങ്കിലും കൊടുക്കണം. ഞാനിതുവരെ ഒരു ചാനലിലും ABC മലയാളത്തിൻ്റെ ഈ സൈറ്റിനെ ഹാക്ക് ചെയ്തതിനെ പറ്റി ഒരു വാർത്തയും കണ്ടില്ല. ഓൺലൈൻ മീഡിയകൾ പോലും പറഞ്ഞില്ല. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അവർ ശരിക്കും അതിനെപ്പറ്റി മാധ്യമ ശ്രദ്ധയെ കൊണ്ടുവരാം. സാധാരണ അത് അവർ ഭയക്കുന്ന ഒരു സാധനം ABCക്ക് കിട്ടാൻ പോകുന്ന പബ്ലിസിറ്റിയാണ്. ഒരുത്തൻ്റെ ചാനൽ ഹാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ, അല്ലെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ചാനൽ ഹാക്ക് ചെയ്തെന്ന് പറയുമ്പോൾ അതിനകത്തൊരു സാധനമുണ്ട്, അതിനകത്തൊരു വലിയ പബ്ലിസിറ്റി അതിൻ്റെ പുറകിലുണ്ട്. എന്തുകൊണ്ടാണ് ഇതുവരെ കേൾക്കാത്തവരും കൂടെ അത് കേൾക്കും. അത് അവർ അറിയാവുന്നത് കൊണ്ടാണ് പല ചാനലുകളും ഇതിനെപ്പറ്റി മിണ്ടാത്തത്. ഒരു പക്ഷേ ഇത് പറയാത്തത് അവരുടെ പ്രശ്നമാണ്. പക്ഷേ ഞാൻ പറയുന്നത് അതങ്ങനല്ല. അത് അവർക്കും നാളെ സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതവർ ചെയ്യണം. ചെയ്തിട്ട് നമുക്ക് മൊത്തത്തിലൊരു ഇൻട്രോസ്പെക്ഷനും എല്ലാ കറക്ഷൻ സ്ട്രാറ്റജികളൊക്കെ എടുക്കേണ്ടത് കറക്റ്റായിട്ട് എടുക്കാനും, തിരുത്തേണ്ട എന്തെങ്കിലും തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ നയപരമായി തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ തിരുത്തുകയും, ഇല്ലെങ്കിൽ പൂർവാധികം ശക്തിയോടെ ഇതേ ലൈനിൽ മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് ഇനിയും ഉണ്ടാകാം, ഇത്തരം സാഹചര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അതൊന്നും വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാതിരിക്കുന്നതിന് അർത്ഥമില്ല. ഡോക്ടർ, ഒരു കാര്യം കൂടെ, ഇപ്പം ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സൈബർ തട്ടിപ്പിന് ഇരയായത് ഒരുപാട് ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ വിദ്യാസമ്പന്നരായ ആൾക്കാരെ, മാധ്യമങ്ങളെ, ഇവരെയൊക്കെ എങ്ങനെയാണ് ഈ ഹാക്കർമാരിലെ തട്ടിപ്പുകാർ കബളിപ്പിക്കുന്നത്? ഞാനൊരു കാര്യം പറയാം, എന്നെ ഈ സാധാരണ ഡോക്ടർമാരുടെ കൂട്ടത്തിൽ പെടുത്തണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലോകത്തുള്ള സകല പരിപാടികളിൽ അഭിപ്രായം പറയുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരാൾ, വായിക്കും. എനിക്ക് ഒത്തിരി സംവിധാനങ്ങളുണ്ട്. സാധാരണഗതിയിൽ എന്താ ഈ പറയുന്ന ഡോക്ടർമാരെയൊക്കെ അവർ വേറെ അവർക്ക് തന്നെ അവർ രാവിലെ ഇരുന്ന് പേഷ്യൻറ്റിനെ കാണുന്നു, ചിലപ്പം പത്രം വായിക്കുമായിരിക്കും, വൈകുന്നേരം വന്നിട്ട് 10 മണി വരെ പേഷ്യൻറ്റിനെ നോക്കിയിട്ടിരുന്ന് കുറച്ച് ചാനലോ സിനിമയൊക്കെ കാണുമായിരിക്കും. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഈ ലോകത്ത് എന്ത് നടക്കണമെന്ന് അറിയാൻ പറ്റുമോ എന്നുള്ളത് ആദ്യത്തെ കാരണം. അവരെ എളുപ്പം പറ്റിക്കുക. ഇപ്പം മാത്രമല്ല, ഓൺലൈൻ തട്ടിപ്പല്ല, പഴയ ആട് ഈ പരിപാടി ഇതൊക്കെ ഉണ്ടല്ലോ, മൾട്ടി ലെവൽ മാർക്ക്, ഇതെല്ലാം ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെട്ടിട്ടുള്ള ഡോക്ടർമാരാണ്. വേറൊരു കാര്യം, അവരുടെ കയ്യിൽ കാശുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പം ചെന്നിട്ട് വഴിയിലൊരു അധ്യാപകനെ ചെന്ന് പറ്റിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ ഇവരുടെയൊക്കെ കയ്യിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, കൊല്ലത്തുണ്ടായിരുന്ന ആ ഡോക്ടറുടെ റിട്ടയർമെൻറ്റ്, ഒരു മിലിറ്ററിയിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ്റെ റിട്ടയർമെൻറ്റ് 2-3 കോടി വരുമെന്നുള്ള കൃത്യമായിട്ട് അറിയാവുന്നവനാണ് അദ്ദേഹത്തെ പറ്റിച്ചത്. മനസ്സിലല്ലേ? വേറൊരു ഡോക്ടറുടെ 7 കോടി പോയി. ഇവിടെ മാത്രമല്ല, പല സ്ഥലത്തും പോയി. അപ്പോൾ ഡോക്ടർമാരുടെ കയ്യിൽ കാശ് ധാരാളം ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഒരുപക്ഷെ അവരെ ടാർഗറ്റ് ചെയ്യണത്. ഞാൻ വ്യക്തമായിട്ടൊരു കാര്യം പറയാം, എന്നെ ഒരാൾ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എന്നെ പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടെങ്കിൽ ഞാൻ എവിടെങ്കിലും വെച്ച് വിടും. ഇത് പെടാതിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഗെയിമാണ്, ഒരു ഞാണിമേക്കളിയാണ് അതിനകത്ത്. അതോ ഞാൻ എപ്പോഴും പെടുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഓരോ പരിപാടികളും ചെയ്യണത്. ഓരോ പരിപാടികളും എൻ്റെ വീട്ടിലെ ക്യാമറ സിസ്റ്റംസ്, ക്ലൗഡ് അപ്ലോഡിങ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ ക്യാമറ സാധനം അടിച്ചുകൊണ്ട് പോയാലോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അത് ക്ലൗഡിൽ അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതായത് ഒരു തന്നെ അവിടെ വന്ന ഒരു കാര്യം കാണിച്ചാൽ പെടും. അപ്പോൾ ഇത് നമ്മളും അവരും തമ്മിലുള്ള ഒരു എന്താണ് പറയുക, ഒരു വലിയ മത്സരമാണ്. അത് കുഴപ്പം കാണിക്കുന്നവനും കുഴപ്പം കാണിക്കാതിരിക്കുന്നവനും തമ്മിലുള്ള ഒരു വലിയ മത്സരമാണ്. നമ്മളെ കുഴപ്പത്തിലാക്കാൻ പോകുമ്പോൾ നമ്മൾ പ്രതിരോധിക്കാൻ നോക്കണം. അതാണ്, അല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. ഇപ്പം നമ്മൾ ഈ പ്രധാനമന്ത്രി, ഞാൻ എപ്പോഴും പറയും, എനിക്ക് 2 പെൺമക്കളാണ്. പലരും പറയാം, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് ലെവലിലാണെന്ന് അറിയോ? പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന കോൺസെപ്റ്റ് ഉണ്ട്, അതായത് പ്രൊട്ടക്ഷൻ കോൺസെപ്റ്റ് സിമ്പിളാണ്. ഞാൻ ആ ലെവൽ വേണമെന്നല്ല പറയണത്. അതായത് നിങ്ങൾക്കൊരു പ്രശ്നം വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുക്കുക. ഒരിക്കലും പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ചെന്ന് പെട്ടിട്ട് രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല. അതിനുള്ള സാധ്യതകൾ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ആയാലും അങ്ങനെ ആയിരിക്കും. മീൻസ് ആ ലെവലിലുള്ളവരുടെ എപ്പോഴും അങ്ങനെ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ ഒരു വീടിൻ്റെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ സെക്യൂരിറ്റിയും ആ ലെവലിൽ വേണം ഓപ്പറേറ്റ് ചെയ്യാൻ. അതായത് നമ്മൾ അതിൻ്റെ ഞാൻ എപ്പോഴെങ്കിലും വേറെ സമയത്ത് ഇത് പറയാം, ഈ പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ്, ഇവിടെ എല്ലാവരും പറയുന്നത് പോസിറ്റീവ് തിങ്കിങ് ആണ്. ശുദ്ധ മണ്ടത്തനമാണ്. അങ്ങനെ ഒരു സാധനമല്ല. പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ് മാത്രമാണ് രക്ഷപ്പെടുത്തുക. അതായത് ഇങ്ങനൊരു പ്രശ്നം വന്നാൽ നമ്മൾ എന്ത് സ്റ്റെപ്പ് എടുക്കും, ഇങ്ങനൊരു പ്രശ്നം വന്നാൽ എന്ത് സ്റ്റെപ്പ് എടുക്കും. ഇതൊക്കെ പലപ്പോഴും ആളുകൾ വിവരമില്ലാതെ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, എല്ലാം നല്ലത് വരട്ടെ എന്ന് വെച്ചാൽ നല്ലത് വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അബദ്ധത്തിൻ്റെ അബദ്ധമാണ്. എല്ലാം കുഴപ്പമായിരിക്കുമെന്ന് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടത്. അതായത് അതിന് ശരിക്കും പറഞ്ഞാൽ ആസ്ട്രോണമി, അതായത് ഈ പുറത്തോട്ട് പോകുന്നില്ല, ആസ്ട്രോണമി അല്ല, ഈ ബഹിരാകാശ യാത്രികൻ്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ബുക്കുണ്ട്. അത് എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ പറയാം. വളരെ രസകരമായ വരും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഈ ലോകം പ്രശ്നക്കാരനാണ്. നിങ്ങളെ ഒതുക്കാൻ വേണ്ടി ആളുകൾ ചുറ്റിനും ഉണ്ടാവും. അവരെ പ്രതിരോധിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതൊരു വ്യക്തി ആയിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, സ്ഥാപനമായിക്കോട്ടെ, രാജ്യമായിക്കോട്ടെ, സംസ്ഥാനമായിക്കോട്ടെ, ഒരു പോലീസോ മിലിറ്ററിയോ പോലുള്ള സാധനങ്ങളായിക്കോട്ടെ. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും ഡോക്ടറുടെ ഈ ഉപദേശങ്ങൾ, ഈ ഒരു മെസ്സേജ് ഒരു വളരെ അനുഗ്രഹമായിട്ട്, ഇത് എല്ലാവർക്കും ബാധകമാണ്. തീർച്ചയായിട്ടും. ഇത് ഒരു സ്ഥാപനത്തിന് മാത്രം വേണ്ടി പറഞ്ഞെങ്കിലും ഇത് എല്ലാവർക്കും ബാധകമാണ്. വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, ബാങ്കിങ് പരിപാടി ചെയ്യുന്നവർക്ക്,
ഈ പോൺ സൈറ്റിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുന്നവർക്ക് ഇതൊക്കെ എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആണ്, ബാധകമാണ്. എന്തായാലും ABC പ്രേക്ഷകർക്ക് മുമ്പിൽ ഞങ്ങൾ പുതിയൊരു ഗസ്റ്റിനെ കൂടെ അവതരിപ്പിച്ചാണ് ഡോക്ടർ വിനോദ്. ഇനിയും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവും മറ്റു വിഷയങ്ങളുമൊക്കെ ആയിട്ട്. എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.